ബാർക്കമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണയും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എങ്ങനെ ഒരു വ്യക്തിക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും. അനുഗ്രഹത്തിന് പല മുഖാന്തരങ്ങളുണ്ടെങ്കിലും ഇന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാപിക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ചിന്തകൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം ദൈവമക്കളായി തീരുന്നു എന്നൊരു സത്യം തിരിച്ചറിഞ്ഞ് അത് മുഖാന്തരം നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം അവസരം ഒരുക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവരേത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ ഭാഷയിലോ ഗോത്രത്തിലോ ഏത് വ്യക്തി ആയിക്കോട്ടെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു ദൈവ പൈതലാണ്. ആർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മക്കൾക്കാണ്. വചനം പറയുന്നുണ്ട്, നാം മക്കളെങ്കിൽ അവകാശികളാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്തെല്ലാം സ്വന്തമായിട്ടുണ്ടോ അതെല്ലാം നമുക്ക് സ്വന്തമാകുവാൻ നാം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മക്കളായിത്തീരണം. വചനം പറയുന്നു, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യം, ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്ന് ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ യേശു എൻ്റെ ദൈവമാണ്, യേശു എൻ്റെ കർത്താവാണെന്ന് വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവുമായ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരു ദൈവ പൈതലായിരിക്കും. ആ വ്യക്തിക്കാണ് ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല. യേശു എൻ്റെ ദൈവമാണ്, യേശുവിൻ്റെ കർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന മുഖാന്തരമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ മകനായി മകളായി മാറുന്നു. അത് മുഖാന്തരം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കോതമംഗലം സെൻറ്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും 3 ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ഓരോ വ്യക്തികളും ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളും നിയോഗങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഓരോ വ്യക്തികളും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച, ഡോക്ടർമാർ ഉപേക്ഷിച്ച, ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ലോകം വിധി എഴുതിയ, മരണാസന്ന നിലയിൽ മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ട് മരണാസന്ന നിലയിൽ കിടക്കുന്ന ചില രോഗികൾ, ഇങ്ങനെ എല്ലാം തകർന്ന് ഒന്നുമില്ലാതെയായി ഡോക്ടർമാർ ഉപേക്ഷിച്ച, വൈദ്യശാസ്ത്രം കൈവിട്ട് ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ലോകം വിധി എഴുതിയ അനേകം വ്യക്തികൾ അവർ പ്രാർത്ഥന വിഷയമായിട്ട് കടന്നു വരുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ യേശു ഇന്നും ജീവിക്കുന്ന, നിങ്ങളുടെ സകല പ്രശ്നത്തിന് മതിയായ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിൽ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷ കാലത്തും തൻ്റെ അരികിൽ വന്ന ഓരോ വ്യക്തിയോടും യേശു ചോദിച്ച ഒറ്റ ചോദ്യം ഇതാണ്, നീ വിശ്വസിക്കുന്നു? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. അതായത് എൻ്റെ സകല പ്രശ്നത്തിനും യേശു മതിയായ ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. കാരണം അവർ ദൈവത്തിൻ്റെ ആ വിശ്വാസത്തിലൂടെ അവർ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അധികാരം ലഭിക്കുകയാണ്. വചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ ഭാഷയിലോ ഗോത്രത്തിലോ ഏത് വ്യക്തി ആയിക്കോട്ടെ
കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണെന്ന് വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കൾ എന്നുള്ള അധികാരം പ്രാപിക്കുകയാണ്. അത് മുഖാന്തരം ദൈവത്തിൻ്റെ അനുഗ്രഹം നാം പ്രാപിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം തിരിച്ചറിയണം, യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഞാനൊരു ദൈവ പൈതലായി മാറിയിട്ടുണ്ടോ? അതോ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടും അറിഞ്ഞിട്ടും യേശുക്രിസ്തു ആരാണെന്ന് വ്യക്തിപരമായി തിരിച്ചറിയാൻ കഴിയാതെ അനേകം ദൈവങ്ങളൊരു ദൈവമായി, അനേകം പ്രവാചകന്മാരും പ്രവാചകനായി, അനേകം ദൈവപുരുഷനായി, അനേകം വിശുദ്ധനായി ഒരു സാധാരണ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് യേശുവിനെ വിശ്വസിക്കാൻ കഴിയാതെ, യേശുക്രിസ്തുവിൽ ആശ്രയിക്കാൻ കഴിയാതെ ലോകത്തിൻ്റെ ചിന്തകൾ കടിമപ്പെട്ട് നമ്മുടെ ബുദ്ധിയെ പിശാച് കുരുടാക്കി വെച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സത്യം തിരിച്ചറിയണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണെന്നുള്ള വിശ്വാസത്താൽ ദൈവമക്കളെന്നുള്ള അധികാരം, പദവി ദൈവം ഒരു വ്യക്തിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്നുവെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി ദൈവം തൻ നന്മകൾ നൽകാതിരിക്കും. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ, നന്മകൾ നൽകുന്നുവെങ്കിൽ ആ ചോദിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ പൈതലായിരിക്കണം, ദൈവത്തിൻ്റെ മക്കളായിരിക്കണം. ഒരു ദുഷ്ടനായ പിതാവോ മാതാവോ തൻ്റെ മക്കൾക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളായി തീർന്ന ഒരു വ്യക്തിക്ക് എത്രയോ അനുഗ്രഹങ്ങൾ, എത്രയോ നന്മകൾ ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ യേശു എൻ്റെ ദൈവമാണെന്ന് വിശ്വസിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു ദൈവ പൈതലെന്നുള്ള അവകാശത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പിടിച്ചു വാങ്ങുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. ഇന്നൊത്തിരി ആവശ്യങ്ങളുമായി, ആവശ്യഭാരങ്ങളുമായി ദൈവസന്നിധിയിൽ വേദനയോടെ, ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാത്തത്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിൻ്റെ കരം അത്ഭുതം പ്രവർത്തിക്കാരമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കരമാണ്. ഇന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കരമാണ് യേശുവിൻ്റെ കരം. പക്ഷെ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കാത് മന്ദമായിട്ടില്ല, അടഞ്ഞു പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ നിലവിളി ദൈവം കാണുന്നില്ല? അനേക വർഷങ്ങളായി, നാളുകളായി പ്രാർത്ഥിച്ച് മടുത്ത ദൈവമേ, നീ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ കണ്ണുനീര് കാണുന്നില്ല എന്ന് പറഞ്ഞ് ദൈവസൻ നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ, നിന്നെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെ കരം കുറുകി പോയിട്ടില്ല, ദൈവത്തിൻ്റെ കാത് മന്ദമായിട്ടില്ല. എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ എൻ്റെ പ്രശ്നത്തിൽ ദൈവം ഇടപെടാത്തത്? വചനം പറയുകയാണ്, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി ദൈവം നന്മകൾ നൽകും. ആർക്കാണ്, ആര് ചോദിക്കുമ്പോഴാണ് ദൈവം നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നത്? ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അവകാശത്തോടെ, അധികാരത്തോടെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരു ദൈവവേദന എന്നുള്ള അവകാശത്തോടെ ഒരു വ്യക്തി എന്ത് ചോദിച്ചാലും ദൈവം ആ വ്യക്തിയുടെ പ്രാർത്ഥനയുടെ മേൽ ഉത്തരം നൽകുന്നതായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശു പഠിപ്പിക്കുകയാണ്, ഒരപ്പൻ തൻ്റെ മക്കൾക്ക് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ തേളിനെ കൊടുക്കുമോ? ഒരു ദുഷ്ടരായ
മാതാപിതാക്കളും തൻ്റെ മക്കൾക്ക് ദോഷം വരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക്, തൻ്റെ മക്കൾക്ക് എത്രയോ അധികം നന്മകളെ ദൈവം നൽകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമക്കളെന്നുള്ള അവകാശത്തോടെ, അധികാരത്തോടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ചോദിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം വേഗത്തിൽ ഉത്തരം നൽകും. ദൈവം തൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവർക്ക് നൽകും. നിങ്ങൾ മക്കളെങ്കിൽ അവകാശങ്ങളാണെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അധികാരത്തോടെ, അവകാശത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാനൊരു ദൈവപൈതലാണെന്നുള്ള അവകാശത്തോടെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാനൊരു ദൈവപൈതലാണെന്നുള്ള അവകാശത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം. നമുക്ക് യേശുക്രിസ്തു എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണെന്നുള്ള വിശ്വാസത്തോടെ, ദൈവം എന്നുള്ള അധികാരത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വീണ്ടും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹമാണ് ആ വ്യക്തിയുടെ വിശുദ്ധീകരണം. ഒരു വ്യക്തി യേശുക്രിസ്തു എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ ആ വ്യക്തി ഒരു ദൈവമായി മാറുന്നു. മാത്രമല്ല, ആ വ്യക്തി വിശുദ്ധീകരണം പ്രാപിക്കുകയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 8-9 വാക്യങ്ങൾ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തതുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്ക് തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ വിജാതിയരുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹൃദയങ്ങളെ അറിയുന്നവനായ ദൈവം ജാതികൾക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി. എന്തുകൊണ്ടാണ് അവിടെ പരിശുദ്ധാത്മാവിനെ നൽകിയതെന്ന് കർത്താവ് വചനം പഠിപ്പിക്കുകയാണ്. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ അവർ വിശുദ്ധീകരിച്ചതിനാൽ. അതായത് അവർ ജാതികളായിരുന്നു, അവർ മാമോദിസ സ്വീകരിച്ചിട്ടില്ല, കുംഭസാരം എന്ന വിശുദ്ധ കൂദാശ സ്വീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു? ഇവിടെ വചനം പറയുകയാണ്, വിജാതീയരായിരുന്ന ആദിമസഭയിൽ വിജാതീയരായിരുന്ന വിശ്വാസികൾ, അവർ സഭയോട് ചേർന്നിട്ടില്ല, വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ സ്വീകരിച്ചിട്ടില്ല, പാപമോചനം പ്രാപിച്ചിട്ടില്ല. പക്ഷെ അവർ വിശുദ്ധീകരിക്കപ്പെട്ടു. എങ്ങനെയെന്ന് കർത്താവ് വചനം പഠിപ്പിക്കുകയാണ്. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ അവർക്കും നമുക്കും തമ്മിൽ വ്യത്യാസം വെച്ചിട്ടില്ല എന്ന് കർത്താവ് വചനം പഠിപ്പിക്കുക. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിക്കാൻ ഒരു മുഖാന്തരമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ഇപ്പോൾ താമസമുള്ള ധ്യാനങ്ങളിലെല്ലാം അനേകം അക്രൈസ്തവർ, ക്രിസ്ത്യാനികളല്ലാത്തവർ ദൈവവചനം കേൾക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ വലിയ ആഗ്രഹത്തോടെ, ദാഹത്തോടെ കടന്നു വരാറുണ്ട്. അവരൊത്തിരി പേരും പാപത്തിൻ്റെ അടിമ നുഖത്തിൽപ്പെട്ടവരായിരിക്കും. അവർക്ക് ദൈവവചനം കേൾക്കുമ്പോൾ അവർ മാമോദിസ സ്വീകരിക്കാത്തതുകൊണ്ട് വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ സ്വീകരിക്കാൻ അവർക്ക് യോഗ്യതയില്ല. എങ്കിലും അവർ യേശുവിൻ്റെ ദൈവമാണ്, യേശുവിൻ്റെ കർത്താവാണെന്നുള്ള വിശ്വാസത്താൽ അവരുടെ അനേക പാപങ്ങൾ മോചിക്കപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. മദ്യപാനത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് നരകത്തിന് തുല്യമായൊരു ജീവൻ നയിക്കുന്ന അനേകം വ്യക്തികൾ, പ്രത്യേകിച്ച് അക്രൈസ്തവർ, അവർക്ക് പാപമോചനം സ്വീകരിക്കാൻ, വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ സ്വീകരിക്കാൻ അവസരമില്ല. അവർ മാമോദിസ സ്വീകരിച്ചിട്ടില്ല, സഭയിൽ അംഗമല്ല, അതുകൊണ്ടൊരു കൂദാശ സ്വീകരിക്കാനുള്ള അവകാശമില്ലാത്തതുകൊണ്ട് അവർ വളരെ വേദനയോടെ നിൽക്കുമ്പോൾ യേശു എൻ്റെ പാപങ്ങളെ മോചിക്കുന്ന ദൈവമാണെന്നുള്ള ഒരൊറ്റ വിശ്വാസത്താൽ അവർക്കും പാപമോചനം പ്രാപിക്കുന്നത്, അനേകം ആസക്തികളിൽ നിന്ന്, അനേകം പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. യേശു എൻ്റെ പാപങ്ങളിൽ തന്നെ രക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള ഒറ്റ വിശ്വാസത്താൽ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം: അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്, നീ അവന് യേശു എന്ന പേർ വിളിക്കണം.
യേശു ആരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപമോചനമുണ്ടെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. യേശു ആരാണെന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. യേശു എന്ന പേരിൻ്റെ അർത്ഥം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവന് യേശു എന്ന പേർ വിളിക്കണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ഒരു മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം അത് യേശു ക്രിസ്തുവാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. കാരണം യേശു എന്ന പേരിൻ്റെ അർത്ഥം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. ഇത് വിശ്വസിക്കുന്ന ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ ഭാഷയിലോ ഗോത്രത്തിലോ ഏത് വ്യക്തികളുടെ ആ വ്യക്തിക്ക് യേശുക്രിസ്തു മുഖാന്തരം വിശുദ്ധീകരണം ലഭിക്കുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരണം പ്രാപിക്കാൻ ദൈവം അവസരം നൽകിയിരിക്കുക. നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. യേശുക്രിസ്തു എൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നോ അവർക്ക് പാപമോചനമുണ്ട്. അവർക്ക് പാപമോചനം മാത്രമല്ല, പാപമോചനത്തോടെ രോഗസൗഖ്യമുണ്ട്, പാപമോചനത്തോടെ നിത്യരക്ഷയുണ്ട്. നമുക്കറിയാം, വലതുഭാഗത്തെ കള്ളൻ കർത്താവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിനെ കണ്ടുകൊണ്ട് അവൻ യേശു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് ആ കള്ളൻ യേശുവിനോട് അപേക്ഷിച്ചു. യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലിരിക്കും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കുരിശിൽ കിടന്ന പാപിയായ മനുഷ്യന് പാപമോചനവും നിത്യരക്ഷയും ലഭിക്കുക. ഇവിടെ ഒരു വ്യക്തി വിശ്വസിക്കേണ്ടത് എൻ്റെ സകല പാപങ്ങൾ രക്ഷിക്കാൻ കഴിയുന്ന ഏക സത്യനിത്യദൈവമാണ് യേശുക്രിസ്തു എന്ന് ആര് വിശ്വസിക്കുന്നു, യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ ഒരു മനുഷ്യൻ വിശുദ്ധീകരണം പ്രാപിക്കുന്നു. അത് മുഖാന്തരമായി പാപമോചനം പ്രാപിക്കുന്നതിലൂടെ രോഗസൗഖ്യവും നിത്യരക്ഷയും ഒരു മനുഷ്യൻ പ്രാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വചനം കേൾക്കുന്ന നാം എല്ലാവരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ കർത്താവായി ദൈവമായി വിശ്വസിക്കുമ്പോൾ അതിലൂടെ ദൈവമക്കളെന്നുള്ള അവകാശം മാത്രമല്ല, പാപമോചനം എന്നുള്ള വലിയൊരു വിടുതൽ സ്വാതന്ത്ര്യം കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും പാപത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിൽ, അനേക നാളുകളായി പാപം ചെയ്ത് പാപത്തിൽ നിന്നിൻ്റെ കുടുക്കിൽ പെട്ടുകിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ ഈ പാപം തന്നെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല, ഞാൻ ഈ പാപത്തിൽ മരിക്കുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീ എത്ര വലിയ പാപിയായിക്കൊള്ളട്ടെ, ഏത് പാപത്തിൻ്റെ അടിമനുഭവത്തിലായിക്കോട്ടെ, ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതിലൂടെ എൻ്റെ സകല പാപങ്ങൾക്കും പരിഹാരമായിട്ടാണ് യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നത്. എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു കുരിശിൽ മരിച്ചത്. എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്. എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് അവൻ മരണത്തെ ജയിച്ച് ഇന്നും കരങ്ങളിൽ മുറിവുമായി എൻ്റെ മുന്നിൽ എഴുന്നള്ളി വന്ന് എനിക്ക് പാപമോചനം നൽകുന്നത്. ആര് വിശ്വസിക്കുന്നു ആ വ്യക്തി പാപമോചനം നിത്യരക്ഷയുമുണ്ട്. അതിന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. റോമാലേഖനം 5-8 ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാണെന്ന് കർത്താവ് വചനം പഠിപ്പിക്കുക. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഞാൻ ദൈവ മകൻ മകൾ എന്നുള്ള അവകാശത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ, ഞാൻ എത്ര വലിയ പാപത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിലും എൻ്റെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പാപമോചനം ഉണ്ട് എന്നുള്ള വിശ്വാസത്താൽ, യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ പാപമോചനം പ്രാപിക്കുവാൻ, അത് മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നമുക്കൊരു അവസരം ഒരുക്കിയിരിക്കുക. യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ ഞാനൊരു ദൈവവേദനാണ്. യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ എനിക്ക് പാപമോചനമുണ്ട്. ആ വലിയ ബോധ്യത്തോടെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എത്ര വലിയ രോഗത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിലും, എത്ര വലിയ പാപത്തിൻ്റെ അടിമനുഭവത്തിലാണെങ്കിലും, അനേക വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥന വിഷയത്തിൻ്റെ മേലും ഉത്തരം കിട്ടാതെ ഭാരത്തോടെ നൊമ്പരത്തോടെ
ദൈവത്തിന് അനേക വർഷങ്ങളായി നാളുകളായി പ്രാർത്ഥിക്കുന്ന എത്ര വലിയ പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടാണോ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്, ആ ദൈവവചനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ എനിക്ക് സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ആ ഒരു പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം യേശുള്ള വിശ്വാസത്താൽ ഒരു ദൈവം എന്നുള്ള അവകാശത്തോടെ യേശു ക്രിസ്തുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, അടുത്ത പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവേ, അവിടെ നിൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും നീ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവ പൈതലെന്ന അവകാശത്തോടെ കർത്താവേ സകല വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നീ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, അത് മുഖാന്തരം ശാരീരികമായ വിടുതലും മാനസികമായ സൗഖ്യവും ആത്മീയമായ സൗഖ്യവും നിത്യരക്ഷ്യം പ്രാപിക്കുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ പിതാവെടുത്ത പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് പാപമോചനവും നിത്യരക്ഷയും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കയാൽ നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചെന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി മറുവിലയായി ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പരസ്യമായി രക്തമൊഴുക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവേ, അവിടുത്തെ തിരുമുറിവിൻ്റെ യോഗ്യതയാൽ, തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ, കുരിശിലെ മരണത്തിൻ്റെ യോഗ്യതയാൽ എല്ലാ പാപ ശാപ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ രക്തം മുഖാന്തരം ഞങ്ങൾക്ക് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, സകല മഹത്വത്തോടെ മാത്രം എടുക്കുക. അല്ല, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.